നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫർദർ കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് ദർ ഈസ് എ ചാൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ കണ്ടു ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ദ ഒമേഗ ഓഫ് ദാറ്റ് സിസ്റ്റം ക്യാൻ ബി ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ temperature of the system എന്ന് കണ്ടു. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ വാസ് ഡോ ബൈ ഡോ ഇ ഓഫ് ln omega ഈക്വൽ ടു ബീറ്റ ആൻഡ് ദാറ്റ് ബീറ്റ ഈക്വൽ ടു 1/kT ആയിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു സിസ്റ്റത്തിൽ അസ്യൂം ദാറ്റ് ദ വാൾ സെപ്പറേറ്റിംഗ് ദ ടു സിസ്റ്റം ഈസ് മൂവബിൾ ആസ് വെൽ ആസ് കണ്ടക്റ്റിംഗ്. രണ്ട് കേസസ് ഇമ്പോസ് ചെയ്യുകയാണ്. അതായത് കണ്ടക്റ്റിങ്ങും ആണ്, അതിൻ്റെ കൂടെ തന്നെ മൂവബിൾ ആണ്. മൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 ആൻഡ് V2 ക്യാൻ ചേഞ്ച് ആണ്. അതായത് സോ ദാറ്റ് വി ഓഫ് 0 എന്ന് പറയുന്നത് V1 + V2 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ഇൻപെനിട്രബിൾ ആണ്, ഇംപെനിട്രബിൾ ടു പാർട്ടിക്കിൾ ആയതുകൊണ്ട് N1 ആൻഡ് N2 റിമെയിൻസ് ഫിക്സഡ് ആയിരിക്കും. അപ്പം ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ദി കോമ്പണൻറ്റ് സിസ്റ്റം A0 വിൽ ബി ഒബ്റ്റെയിൻ വെൻ ദ നമ്പർ attains its largest value, or when the number that is omega of 0 attains its largest value. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എനർജി ആയപ്പോഴും നമുക്ക് കിട്ടി എക്സ്പ്രഷൻ ഡൈ ബൈ ഡൈ ഇ ഓഫ് ln ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഡൈ ബൈ ഡൈ E1 ഓഫ് ln ഒമേഗ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈ ബൈ ഡൈ E2 ഓഫ് ln ഒമേഗ 2 ആയിരുന്നു. അവിടെ E1 ഈക്വൽ ടു E1 ബാറും അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ നോക്കുന്നത്. പ്രൂഫിൽ സോ വി നോ ദാറ്റ് ഒമേഗ 0 ഈസ് ഈക്വൽ ടു ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2 ആണ്. ഒമേഗ 0 ഈക്വൽ ടു ഒമേഗ 1. ഇവിടെ ഒമേഗ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് V0, E0, V1, E1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം. ഇവിടെ V0 എന്നുള്ളതിൽ V1, V2 ഉണ്ടെങ്കിലും അതിൽ രണ്ടെണ്ണം മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. V0 ആൻഡ് V1 എടുത്തു. അതുപോലെ E0, E1, E2ൽ E0യും E1 മാത്രമേ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷൻ എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2. ഒമേഗ 1 N1 V1 E1ഉം അതുപോലെ ഒമേഗ 2 N2 V2 E2 ആണ്. പിന്നെ നമ്മളിവിടെ വേരിയേഷൻ വരുത്താണ്. N2 ഈസ് N2 ഇറ്റ്സെൽഫ്. V2നെ നമ്മൾ V0 മൈനസ് V1 ആക്കി, E2നെ നമ്മൾ E0 മൈനസ് E1 ആക്കി. സോ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Nനെ ഒഴിവാക്കുകയാണ്. സോ N1, N2 എന്നുള്ള പാരാമീറ്റേഴ്സ് ഇവിടെ നമുക്ക് അറിയാം, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന പാരാമീറ്ററാണ്. സോ ഒമേഗ 0 ഈസ് എ ഫങ്ഷൻ ഓഫ് V0, E0 ദെൻ V1, E1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ സിസ്റ്റം ഹാവ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയും. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ എനർജി മാക്സിമൈസ് ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ E1 ഓഫ് ഒമേഗ 0 0 ആയിരിക്കും. അതുപോലെ ഡോ ബൈ ഡോ V1 ഓഫ് ഒമേഗ 0 ഈക്വൽ ടു 0. അതായത് സിസ്റ്റം ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ആഫ്റ്റർ ദാറ്റ് അത് കോണ്ടാക്റ്റ് വന്നതിന് ശേഷം ദ സിസ്റ്റം വിൽ അറ്റൈൻ എ ന്യൂ ഇക്വിലിബ്രിയം and that equilibrium will be established after attaining a particular value of E1 and V1, and that V1 value and E1 value is obtained by maximizing this function. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇനീഷ്യൽ E1 നിന്ന് മാറിയ പുതിയൊരു E1 ഈക്വൾ ടു E1 ബാർ എന്ന് പറഞ്ഞ പോലെ V1 ഈക്വൾ ടു V1 ബാർ എന്ന് പറഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ നമുക്ക് ആ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിത് രണ്ടും മാക്സിമൈസ് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് E1ൻ്റെ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് V1 കേസ് ചെയ്യാം. സോ ഒമേഗ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒമേഗ 1 ഇൻറ്റു ഒമേഗ 2 ആണ്. സോ ഡി ഓഫ് ഒമേഗ ബൈ ഡി V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യുക. ഒമേഗ 1 ഇൻറ്റു ഡോ ഒമേഗ 2 ഡിവൈഡഡ് ബൈ ഡോ V2 വിത്ത് റെസ്പെക്ട് ടു V1 ആയതുകൊണ്ട് ഡോ V2 ബൈ ഡോ V1 വന്നു. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഒമേഗ 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ഒമേഗ 1 ബൈ ഡി V1 എന്ന് വരും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് V2 ഈക്വൾ ടു V0 മൈനസ് V1 ആയതുകൊണ്ട് ഡോ V2 ബൈ ഡോ V1 ഈക്വൾ ടു -1 ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി V1 ഈസ് ഈക്വൾ ടു ഒമേഗ 2 ഇൻറ്റു ഡോ ഒമേഗ 1 ബൈ ഡോ V1 വരും. അതുപോലെ മൈനസ് ദെൻ ഒമേഗ 1 ഇൻറ്റു ഡോ ഒമേഗ 2 ബൈ ഡോ V2. അതായത് ഈ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വിലിബ്രിയത്തിൽ ഇത് 0 ആയിരിക്കും. ഡോ ഒമേഗ 1 ബൈ ഡോ V1 0 ആയിരിക്കും. സോ ഡോ ഒമേഗ 0 ഓഫ് ഡോ V1 ഈക്വൽ ടു 0 മീൻസ് this 0 equal to omega 2 dou omega 1 by dou V1 minus omega 1 dou omega 2 by dou V2.
0. നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ω1 ബൈ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ ω1 ബൈ ω1 ω2 ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 0, റൈറ്റ് സൈഡിൽ 1 ബൈ ω1 dω1 ബൈ dV1 മൈനസ് 1 ബൈ ω2 dω2 ഡിവൈഡഡ് ബൈ dV2 എന്ന് കിട്ടും. ദെൻ 1 ബൈ ω1 dω1 ബൈ dV1 വിൽ ബി ഈക്വൽ ടു 1 ബൈ ω2 dω2 ബൈ dV2 എന്നുള്ള ഇക്വേഷൻ കിട്ടി നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ln ഓഫ് ഡോ ബൈ ഡോ V1 ഓഫ് ln ω എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദിസ് വൺ, നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ V2 ഓഫ് ln ω2 ഈക്വൽ ടു എക്സെട്ര എന്ന്. അതായത് എത്ര സിസ്റ്റം ഉണ്ടെങ്കിലും ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓർ ജനറലി വി ക്യാൻ സേ ദാറ്റ് ഫോർ എ സിസ്റ്റം having this type of a condition, that is there is a possibility of transfer of particle, not transfer the movable partition between the two. So in that case dou by dou v of ln omega equal to a constant. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഈറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. Now next നമ്മുടെ എയിം, വാട്ട് ഈസ് ദിസ് റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഈറ്റ ആൻഡ് ദ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്നുള്ളതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസിൽ വരുന്ന ഇക്വേഷനാണ് ഡോ ബൈ ഡോ വി ഓഫ് ln omega ദാറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇഫ് A1 and A2 came into contact through a wall that allowed an exchange of particles also, then the condition for equilibrium contains equation of the form. നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. സപ്പോസ് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഫസ്റ്റ് കേസിൽ, സെക്കൻഡ് കേസിൽ നമ്മൾ വോള്യൂം അതിൻ്റെ വാൾസ് നമ്മൾ മൂവബിളാന്ന് പറഞ്ഞു. തേർഡ് കേസിൽ നമ്മൾ സപ്പോസ് ദാറ്റ് വാൾ അലൗസ് ദ ട്രാൻസിഷൻ ഓഫ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദ ടു സിസ്റ്റം ആണെങ്കിൽ ആ കേസിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ്റെ ഫോം ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡോ ബൈ ഡോ എൻ ഓഫ് ln omega വിൽ ബി അനദർ കോൺസ്റ്റൻറ്റ് സീറ്റ എന്ന് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് ഈ സീറ്റയും ഈറ്റയും എങ്ങനെ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ഇക്വേഷൻ S is equal to K ln omega ആണ്. സോ ഫ്രം ദിസ് S by K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ln omega. സോ ഡോ ബൈ ഡോ വി ഓഫ് ln omega നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡോ ബൈ ഡോ വി ഓഫ് ln omega നമുക്ക് S by K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by K. K ഈസ് എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു ഡോ S by ഡോ വി എന്ന് എഴുതാൻ പറ്റും. So it is dou S by 1 by K dou S by dou V. So that is one of the equation obtained from the statistical equation നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം TdS is equal to dE plus PdV minus mu dN ആണ്. അപ്പോൾ ഇവിടെ ഡോ ബൈ ഡോ വി എന്ന് പറയുമ്പം n ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ആൾസോ E ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. n കോൺസ്റ്റൻറ്റ് E കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മ്യൂ ഡി എൻ എന്നുള്ള ടേമും ഡി എന്ന് പറയുന്ന ടേമും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ദ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം TdS is equal to PdV ആണ്. സോ ഡോ എസ് ബൈ ഡോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു P/T ആയിരിക്കും. P/T കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സോ വി ഹാവ് ഡോ ബൈ ഡോ വി ഓഫ് ln omega ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by K ഇൻറ്റു ഡോ എസ് ബൈ ഡോ വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, P/T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. So we will get the expression as this dou by dou v of ln omega is nothing but eta എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ eta will be equal to P by KT. So eta is equal to P divided by KT and we have already derived the equation beta is equal to 1 by KT. Now relation between beta and eta connected നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് we can connect like this. This eta equal to ഈറ്റ ഈസ് ഈക്വൽ ടു പി ബീറ്റ ആയതുകൊണ്ട് സോ ഈറ്റ ഈസ് ഈക്വൽ ടു പി ബൈ കെ ടി ആയതുകൊണ്ട് 1 by KT നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ഈറ്റ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു പി ബീറ്റ ആണ്. സോ സെക്കൻഡ് കേസിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു അതിൻ്റെ എന്നെ പറഞ്ഞു Now third case നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡോ ബൈ ഡോ ഓൺ ഓഫ് ln omega ഈക്വൽ ടു സീറ്റ എന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഒമേഗ 0 ബൈ ഡോ n 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഒമേഗ 0ക്ക് ω1 ω2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ദെൻ N1 പ്ലസ് N2 അവിടെ എന്തായിരിക്കും ടോട്ടൽ N0 ആയിരിക്കും. നമുക്ക് N0 എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും N1 എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. N2 യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് N0 മൈനസ് N1 എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവൈഡഡ് ബൈ ω1 ω2 ഡിവൈഡ് ചെയ്ത്. സോ 1/ω1 dω1/dN1 ഈക്വൽ ടു 1/ω2 dω2 dN2 ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് വി ഹാവ് TdS ഈക്വൽ ടു E പ്ലസ് PdV മൈനസ് μdN ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് E ആൻഡ് V കോൺസ്റ്റൻ്റ് ആണ്. ഇയും വിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷന് E കോൺസ്റ്റൻ്റ് ആണ്, ദിസ് ടേം പോവും. അതുപോലെ വിയും കോൺസ്റ്റൻ്റ് ആണ്, ഈ ടേം പോകുമ്പോൾ TdS ഇസ് ഈക്വൽ ടു മൈനസ് μdN കിട്ടും. സോ DS/dN നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി മൈനസ് μ/T ആണ്. സോ സീറ്റ വിൽ ബി ഈക്വൽ ടു 1/K ഇൻറ്റു മൈനസ് μ/T ആയിരിക്കും. സോ ദ തേർഡ് പാരാമീറ്റർ വിച്ച് വി ഹാവ് ഒബ്റ്റൈൻഡ് ഇറ്റ് ആസ് സീറ്റ ഈസ് ഈക്വൽ ടു minus μ/kt, so that theta and beta is related by the equation theta is equal to minus mu into beta. അപ്പം ഈ കേസിൽ വന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യലാണ് ഈക്വൽ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് വാൾസ് തമ്മിൽ ഒരു പെനിട്രേഷൻ അല്ലെങ്കിൽ മൂവബിൾ വാളിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. അപ്പം 3 രീതിയിലുള്ള ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. എനർജി ട്രാൻസ്ഫർ പോസിബിൾ ആണെങ്കിൽ ടെമ്പറേച്ചറിൽ ഈക്വൽ ആകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പെനിട്രേഷൻ നടന്നിട്ട് പുതിയ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക. വാൾ മൂവബിൾ ആണെങ്കിൽ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്ന രീതിയിൽ പുതിയ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ തേർഡ് വൺ, ഇഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്ന രീതിയിലായിരിക്കും പുതിയ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റീസ് ഡിഫറെൻറ്റ് പ്രഷർ, ടെമ്പറേച്ചർ, കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഫോർ ഡിറൈവിങ് തെർമോഡൈനാമിക്സ് ഫ്രം എ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഗിനിങ് ഫോർ ദ മൈക്രോസ്റ്റേറ്റ് NV ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ് given system, determine the number of all possible microstate accessible to the system ഒമേഗ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ കേസിൽ ഒമേഗ ഇവാലുവേറ്റ് ചെയ്യുക. ഒമേഗ ഈസ് റിലേറ്റഡ് ടു ദ തെർമോഡൈനാമിക് വേരിയബിൾ എസ് ബൈ ദ ഇക്വേഷൻ S is equal to KLN ഒമേഗ. വൺസ് S is obtained we can find out all other thermodynamic parameters. So from first law TdS equal to dE plus PdV minus μdV എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് NV കൊടുത്തു കഴിഞ്ഞാൽ TdS equal to dE എന്ന് കിട്ടും. സോ dS by dE will be equal to 1/T ആയിരിക്കും. സോ ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ dS by dV at constant NV equal to 1/T. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റൻറ്റ് Nഉം Eയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് TdS equal to PdV എന്ന് കിട്ടും. സോ dS by dV will be equal to P/T. That is shown here. dS by dV is equal to at a constant NNE it is equal to P/T. Then next at a constant V and E എടുത്തു കഴിഞ്ഞാൽ TdS will be equal to minus μdN ആണ്. So dS by dN will be equal to minus μ/T ആണ്. So that is shown here. dS by dN is equal to minus μ/T. ഇനി ഇതൊന്ന് പ്രഷർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, സപ്പോസ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ dS by dV ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ dS by dV ഡിവൈഡഡ് ബൈ dS by dE that will be equal to P/T divided by 1/T. So that will be equal to P എന്ന് കിട്ടും. So that is also equal to minus of dE by dV at N and S. That also we can see here. ഇതിൽ ഓർക്കേണ്ടത് നമുക്ക് ഇത് 3 റിലേഷൻസ് ആണ്. ഡോ ബൈ ഡോ ഇ ഓഫ് ln ഒമേഗ ബീറ്റ, ഡോ ബൈ ഡോ വി ഓഫ് ln ഒമേഗ ഈറ്റ, ഡോ ബൈ ഡോ എൻ ഓഫ് ln ഒമേഗ സീറ്റ ആൻഡ് ബീറ്റ ഈറ്റ സീറ്റ. ഇതിൻ്റെ 3 റിലേഷനാണ്. ബീറ്റ ഈസ് 1/KT, ഈറ്റ ഈസ് P ഇൻറ്റു ബീറ്റയാണ്, ദാറ്റ് ഈസ് P/T ആണ്. ആൻഡ് സീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് μ/KT ആണ്, ഓർ മൈനസ് μ ബീറ്റ ആണ്. ഈ 3 റിലേഷൻസ് അറിയെങ്കിൽ നമുക്ക് ഒമേഗ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഇവാലുവേറ്റ് ഓൾ അതർ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ്.